നമ്മളെ ആ ഓട്ടോന്ന് ഇറങ്ങിട്ടോ, കാരണം ചെറിയ സീനുണ്ട് അതിന്. നമ്മളെ ടൈം ഏകദേശം ആയതുകൊണ്ട് ഇനി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നോടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങാലെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. നമ്മൾ കുറച്ച് ലോങ് ആട്ടോ പോകുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ ഇവിടെ എന്താ പറയുക ശങ്കർപ്പള്ളിനെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലോങ് ആണ് പോകുന്നത്. അപ്പോൾ ഇതേ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ, ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാനും മഞ്ജുട്ടിയുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. വെരി ഓള് ഇതാണ് മഞ്ജുട്ടിയുടെ ഫ്രണ്ട് ആരിഫ താത്ത, ഇത് മഞ്ജുട്ടി. അപ്പോൾ നമ്മളിന്ന് പോട്ടെ. അപ്പോൾ പോകുന്ന വിശേഷമൊക്കെ കാണിച്ചു തരാം. ബൈ. ആ ഓല് ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കല്ലേ ഇങ്ങനെ. ഇവർക്ക് കോമഡി അല്ല, ഇവർക്ക് മലയാളം അറിയാത്തോണ്ടേ നമുക്ക് അവരെ എന്തും പറയാം, അല്ല നമുക്ക് എന്തും സംസാരിക്കാം. അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് തെലുങ്ക് എല്ലാം അറിയോ? ഹിന്ദി അറിയോ? എന്താ പല്ല് ഇത്ര മഞ്ഞ? ഇത്രയും ലിപ്സ്റ്റിക് ഇട്ടിട്ട് പല്ല് ഭയങ്കര മഞ്ഞ കളറായിരിക്കും. പിന്നെ റോസ് ഡ്രസ്സും അങ്ങനെ. എങ്ങടാ പോണേ? ഹൈടെക് സിറ്റി. ആ കുട്ടി വരുന്നെടുക്കട്ടെ വീഡിയോ. എന്താ വീടുകൾ? ഈ കുട്ടീനെ എന്താ കാണിക്കാൻ പറഞ്ഞേ? നല്ല രസമുണ്ട്. ഇത് മഞ്ജുട്ടീൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. പോയി. എല്ലാ വീട്ടിലും ഇതേമാതിരി മുറ്റത്ത് ഇങ്ങനെ വരച്ചിടും. റൂമിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവൂലേ, ഫുള്ള് വരച്ചിടും. ഉണ്ടോ? പക്ഷെ ഇത് ചവിട്ടിയ പ്രശ്നമുണ്ടോ? അതുപോലെ ബർഗരോ, നമ്മളവിടുത്തെ ബർഗർ പോലെ. ഓട്ടോ വന്നുട്ടോ. ചെരുപ്പ് തുണിക്കണമെന്നല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസം പോയപ്പോ മതി പട്ടണം ബസ്സെല്ലാം കയറി അങ്ങനെയുള്ള ഈ സാരി മറ്റേ നമ്മളവിടെ ആയിരുന്നു കറുമ്പ സേനയും അതിനൊക്കെ സാരി ഇല്ല, അതേമാതിരി ആയിരിക്കും. എല്ലാരും കാപ്പി സാരി. ഇത് ശങ്കർപ്പള്ളിയാ. എവിടെ മഹദി പട്ടണം എഴുതിച്ചേ? അപ്പൊ ഇതേതാ ബസ്? ഇതിന് നമ്പറൊന്നുമില്ല ആ ബസ്സില്. നമ്മള് നിൽക്കുന്ന ശങ്കരപ്പള്ളി ആ സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തേക്ക് മഹദി പട്ടണ സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. കൂടാതെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളിത് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്താ
മുടിയൊക്കെ എന്ത് ഒരുമാതിരിയായി, നല്ല പൊടി നിറഞ്ഞിട്ടേ താരന് പൊടി. തല കഴുകിയില്ലെങ്കിലേ താരം വരും. ഒന്ന് പോയി വാഷ് ചെയ്യണം. എന്റെ മുടിയൊക്കെ ആകെ മുടിയൊക്കെ ആകെ ഒന്നായി. ഇന്നെന്തോ നല്ലൊരു ചൂട്, എന്തൊരു ക്ലൈമറ്റ് നല്ല വ്യത്യാസം. ഓട്ടോയ്ക്ക് എത്രയാ? 200. ഓട്ടോ പോലെ ഈ ആ കള്ളം കുട്ടിക്കൊള്ളു. ഇതേ അവിടെ നമ്മള് ഊബർ ബുക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. മലയാളീസാ. केरला में। No, here. ഹൈദരാബാദ്. ശങ്കർപള്ളി. अच्छा। ഗായ്സ്, ഇത് കൊട്ടാരമല്ല ഗായ്സ്, ഇത് ഹോസ്പിറ്റലാണ്. കണ്ട നല്ല കൊട്ടാരത്തിലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയല്ലേ? मैं मुस्लिम है। हाँ। मैं मुस्लिम। What is your name? ആരിഫ. നിങ്ങൾക്കൊരു കോമഡി ആക്കണം. ഇവിടെ വരെ ഈ ടൗണിൽ ഇവർക്ക് എവിടെയെങ്കിലും Only हिंदी आता है, इंग्लिश नहीं आता। ഇവർക്ക് ഇവിടെ ഇവരെ വൈഫ് +2 ആവറാ, +2 ഡിഗ്രി डिग्री में सेकंड ईयर। സെക്കൻഡ് ഇയറാ. ഇവർക്ക് ഇവിടെ ഈ ഒരു മേദിപ്പാട് ഈ ഒരു സ്ഥലത്ത് VIP സ്കൂൾ ഏതെങ്കിലും ഉണ്ടോ, എന്താ പറയാ എന്താ പറയാ വേക്കൻസി വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇവര് ഈ ഓട്ടോക്കാരനോട് ചോദിച്ചിട്ടോ. അപ്പൊ ഈ ഓട്ടോക്കാരൻ പറയാ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ വൈഫ് സെക്കൻഡ് ഇയർ ഡിഗ്രി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ വൈഫിന് വല്ല ചോദിച്ചു ഇവര്. അതാണ് പറഞ്ഞത്, എല്ലാവർക്കും ഓരോരുത്തർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതെ, നമ്മൾ വിചാരിക്കും. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇവരെ വൈഫ് ഹൗസ് ശങ്കർപള്ളിയാണെന്ന്. പക്ഷെ അതല്ലോ അല്ലേ ചോദിച്ചത്, ശങ്കർപള്ളിയല്ല വൈഫിന് വല്ല എന്താ വെച്ചിട്ട് സിപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് പുറത്ത് പോകട്ടോ. അതാര് തുറന്നിട്ട്? ഞാനല്ല തുറന്നിട്ടേ, ആകെ ഉള്ള നല്ല ലിപ്സ്റ്റിക് അത് പോവും. നമ്മളവിടെ എത്ര ट्रैफिक ब्लॉक मोरा है ज्यादा। ഇവർക്ക് നല്ലോണം തെലുങ്കും ഹിന്ദിയൊക്കെ അറിയാട്ടോ. നമുക്ക് അന്താക്ഷരി അച്ഛനുറങ്ങാത്ത ഞങ്ങൾ വെച്ചിട്ടേ കുറേ അന്താക്ഷരി കളിച്ചു. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾ രണ്ട് സീറ്റിൽ ട്രെയിനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമല്ലോ സീറ്റ്. അപ്പോൾ വെച്ചിട്ട് വെച്ചിട്ട് അവര് ചെറിയ ശരിക്കാൻ പാട്ടുണ്ടെന്നാണ്. അച്ഛനും ഉറങ്ങാത്ത വീട്ടിൽ അമ്മയും ഉറങ്ങിയില്ല. ചിരിച്ച് സൗണ്ട്. അതൊന്നുമല്ല കോമഡി. ഇവര് വലിയ സീരിയസ് ആയിട്ട് ചോദിക്കുക, ഇവിടെ വല്ല ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ടോ വല്ല. ഇതെന്താ ഇങ്ങനെ ബ്ലോക്ക്? ഈ ബ്ലോക്കിന് പൈസ കിട്ടുമോ? വെയിറ്റിംഗ് ചാർജ് ആണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്തതിന്. ഇപ്പൊ സമയം എത്രയായി അറിയോ? 7 മണി ആവാനായിട്ടോ. നമ്മളവിടെ ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല. 7 മണി ആയി തന്നെ. ഓട്ടോ ഓൺ ആവണില്ലട്ടോ. എന്താ അത് നട റോഡിൽ നിൽക്കുക? അയ്യടാ നല്ല ബ്ലോക്ക്. ഓണാവൂലേ?
ഓട്ടോ ഒന്ന് സ്റ്റാർട്ടായപ്പോഴേക്കും നല്ല ബ്ലോക്കായിട്ട്. എൻ്റെ ദൈവമേ, ഇനി അവിടെ എപ്പോഴെത്തുന്ന ഒരു ഐഡിയ ഇല്ല. ബൈ ബൈ. പ്രോബ്ലം എന്ത് ബാഗ് പോക വരുന്നുണ്ടല്ലേ? കത്തുവോ? നല്ല പൊട്ടുണ്ട്. ഫയർ ज्यादा you off cycle off no problem എനി പ്രോബ്ലം? നമുക്ക് വണ്ടി ടയറിന്റെ എന്തൊക്കെയാ ഔട്ടോ? എടി നല്ല മണം വരുന്നുണ്ടടി. പ്രോബ്ലം പോക വരിക. അപ്പൊ നമ്മളെ സിലിണ്ടർ ആണ് ഇതിലേ. ഒരു സീരിയസ് ഇഷ്യൂ. भैया बैक साइड एनी प्रॉब्लम क्या? हाँ നല്ല പുകയും വരുന്നുണ്ട്, ഒരുമാതിരി സ്മെല്ലും വരുന്നുണ്ട്. चढ़ा हुआ है ना, एक्सेलेटर ज्यादा दिए तो ज्यादा धुआं आता है. ലാസ്റ്റ് യാത്രയാവും. എന്താ ഈശ്വര, ഇറങ്ങിയാലോ? भैया സ്റ്റോപ്പ് ചെയ്യാം. नहीं स्टॉप कर दो, स्टॉप कर दो. എനി ഇഷ്യൂ एनी വുഡ് ബി ചിലപ്പോ ഉണ്ടാവുമല്ലോ. റിസ്ക് എടുക്കണോ? ഒന്ന് ബാക്ക് നോക്കി നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഒന്ന് നിർത്താൻ പറയാം, ഇറങ്ങിട്ട് നോക്കാം. നമ്മളെ ആ ഓട്ടോന്ന് ഇറങ്ങിട്ടോ, കാരണം ചെറിയ സീനുണ്ട് അതിന്. അതാ പോക പോകുന്നുണ്ടോ? നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടികളെല്ലാം പറയുന്നത് സ്മോക്ക് വരുന്നുണ്ട്, സ്മോക്ക് വരുന്നുണ്ടെന്ന്. നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് വേറെ ഊബർ വിളിച്ച് പോവട്ടെ. നമ്മളങ്ങനെ വീണ്ടും ഒരു ഓട്ടോ കൈ കാണിച്ച് കേറിയിട്ടുണ്ട് കേട്ടോ. ഇതിന് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിട്ടോ. ഇതാണ് നമ്മൾ ഹൈടെക് സിറ്റി. നമ്മളിപ്പോ ഹൈടെക് സിറ്റി എത്തി. ഈ സ്ഥലം ഇവിടെ എന്താ പറയാ? ദുർഗഞ്ചെരുവ് പാർക്ക്. വേറെന്താ പറയാലോ? ബ്രിഡ്ജ്. ഇതാണ് ഹൈടെക് സിറ്റി. ടിക്കറ്റ് എടുക്കാനോ? ടിക്കറ്റ് വേണ്ടേ? എന്താ അതെവിടെ പോയി? അപ്പൊ ക്ലോസ് ചെയ്യും പറയും. ഓ അതവിടെ വ്ളോഗിങ്ങിലാ. ഇതെന്താ ഇവിടേക്ക് ടിക്കറ്റ് വേണ്ടേ? ഇവരെന്താ നമുക്ക് എന്നാലും ചായയും ഫ്രീ ആയിട്ട് തന്നു, ഇപ്പൊ ടിക്കറ്റ് വേണ്ടേ? ദുർഗന്ധം തന്നെയല്ലേ എൻ്റെ അമ്മേ, ഒരുമാതിരി സ്മെല്ല്. പക്ഷെ ഇവിടെ രസമുണ്ട് കേട്ടോ. എടി ഇവിടെ ബോട്ടിങ് ക്ലോസ് ചെയ്തോ? ആദ്യം കേറട്ടെ. നിങ്ങൾ അത് കാണുന്നുണ്ടോ? അതാണ് കേട്ടോ കേബിൾ ബ്രിഡ്ജ്. യാ മോനെ അടിപൊളി. ഓ പക്ഷെ ഇവിടെ ഇവര് പറഞ്ഞാല് ദുർഗന്ധം അൺസൈക്കബിൾ ആണ്. എന്തൊരു ദുർഗന്ധം. എന്താ ഇങ്ങനെ? ആ വെള്ളത്തിലുള്ള സ്മെല്ലാട്ടോ അടിക്കുന്നേ. പക്ഷെ ബ്രിഡ്ജ് നോക്കിയേ, ചത്തെടുക്കാതൊക്കെ പിന്നെ ചത്തിങ്ങനെ കിടക്കും. നമ്മൾ ഇവിടെ 8:30 കേട്ടോ ക്ലോസിങ് ടൈം. നമ്മളിപ്പോൾ എത്തിയപ്പോൾ ഒരു 8:10 നമ്മുടെ ടൈം ഏകദേശം ആയതുകൊണ്ട് ഇനി ബോട്ടിങ് പോസിബിൾ ആവോ എന്തോ എന്നറിയില്ല. ബ്രിഡ്ജ് അതാ അവിടെ. പക്ഷെ ഇവിടെ എന്താ പറയാ, ഇവിടെ നിൽക്കാൻ വയ്യ. വെള്ളം ഓ ശ്വാസം വിടാൻ പറ്റുന്നില്ല.
ഓട് ഓട് ഓട്. സീരിയസ്ലി നമുക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല ട്ടോ. അത്രയും വൃത്തികെട്ട മണം. എന്റെ പൊന്നേ. ഇവിടെ നല്ല രസമുണ്ടല്ലോ. ക്ലിയർ ഒന്നുമില്ല. വലിച്ചു കൊണ്ടുപോയി ഞങ്ങള്. ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കി നോക്കാം. സ്പീഡ് പോസ്റ്റിന് 500 രൂപ ഒരാൾക്ക്. നമുക്ക് ചോദിച്ചോക്കെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ബോട്ടിംഗ് സ്പീഡ് ബോട്ടിനോ? ഓൺലി സ്പീഡ് ബോട്ട്. റേറ്റ് 1 person. 1 ബോട്ട്. ഒരു ബോട്ടിന് അതിൽ എത്ര ആള്? 4 ആളാണെങ്കിൽ പ്രശ്നമില്ല. വേറെ ബോട്ടിന്റെ വെച്ചേക്കാം. അനദർ ബോട്ട്. ഓൺലി സ്പീഡ് ബോട്ട്. നോക്കാം, ഒരു എക്സ്പീരിയൻസ് അല്ലേ? യാ ഓക്കെ. അതെന്താ 4 ആളെന്നാണ്. രസാ. നിർത്താൻ പറ്റുമോ ഇറങ്ങിയൊക്കെ പകുതി ആകുമ്പോ? അതൊന്നും ഓക്കെ. 3 person. ഒരു മിനിറ്റ്. 4 to 5 മിനിറ്റിന് 500 രൂപ കേട്ടോ സ്പീഡ് ബോട്ടിന്. എവിടെ ബോട്ട്? എവിടെ സത്യോ? എവിടെ ബോട്ട്? എവിടെ? ഇവിടെ വെള്ളമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ അത്ഭുതമാണ്. ഞങ്ങൾക്കൊരു ചാലഞ്ച്. അതിൽ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ 10 ലക്ഷം റുപ്യ ചാലഞ്ച് ഏറ്റെടുക്കുമോ? ഇവിടെ ക്യാമറ എന്തല്ലേ ചെറുതാവുന്നത്. കിടക്കണൊരു വീഡിയോ ആണ്. ഒന്ന് ബാക്കിക്ക് പോരെ പോരെ. അല്ലെങ്കിൽ എലിഫന്റ്. ബാഗ് അവിടെ വയ്ക്കാൻ പറ്റുമോ വെച്ചിട്ട്? അതന്നെ. നമ്മളിതേ ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പേടിയാവുണ്ട് എനിക്ക്. കാരണം നമ്മള് 3 ആളുള്ളൂ. സാധാരണ നമ്മള് ഫാമിലി. എന്താ പറഞ്ഞേ? അതിലേക്ക് കൊടുക്ക് ബാഗ്. ബാഗ് കൊടുക്കാനല്ല, ടിക്കറ്റ് കൊടുക്കാനാ പറയണേ. നമ്മള് കേറട്ടെ. ഇതാണോ സ്പീഡ് പോസ്റ്റ്? സ്പീഡ് പോസ്റ്റ് ഇത് പോട്ട് ഇറങ്ങാണ്. ടീച്ചറ ദേവിയെ മലമറിച്ചാൽ ദേവിയെ കാത്തോളണേ. അങ്ങോട്ട് നിക്കടി സോനെ. കേട്ടോ അപ്പൊ പോവാല്ലേ? ഓക്കെ. അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ എത്തോ?
നമുക്ക് പേടിയില്ല, എനിക്ക് പേടി മാറി. പക്ഷെ ഇവിടെ ഫ്ലാഷ് ഹായ് പറ ഹായ്. എന്താ പഠിച്ചത്? അത് പഠിച്ചത്. നമ്മളിത് ബ്രിഡ്ജിന്റെ അടുത്ത് കൂടെ പോവാണ് ഗായ്സ്. അത് ഇവര് സ്പീഡ് കുറയ്ക്കുക, അവര് ബ്രേക്ക് പിടിക്കുക. ഫ്ലാഷ് ഓണൊക്കെ അയാളെ കണ്ണിക്ക് പിടിക്കുന്നു. ആ കുഴപ്പമില്ല. അങ്ങോട്ട് തിരിച്ചു പോയാൽ മതി. 500 okay. നീ എക്സ്ട്രാ 100 രൂപ. No extra, no extra. No extra. No extra. നമ്മൾ ഒരിക്കലെങ്കിലും സ്പീഡ് ബോട്ട്, ഞാൻ ഇതുവരെ സ്പീഡ് ബോട്ടിൽ വന്നിട്ടില്ല കേട്ടോ. നോർമൽ ബോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം പേടിയാവുന്നടി. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. വെള്ളം കാണിച്ചു കൊടുക്കണേ, എന്നെ കാണിക്കാതെ. ഞാൻ വെള്ളം കാണിക്കണേ. കൊള്ളാം. 5 മിനിറ്റ് ഉള്ളെങ്കിൽ എന്താ അടിപൊളിയായിട്ടുണ്ട്. നമ്മള് കേറി അവിടെ തന്നെ എത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നില്ലേ? കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഫസ്റ്റ് കേറുമ്പോഴല്ലേ പേടിയുള്ളൂ അല്ലേ? പിന്നെ പേടിയില്ലല്ലോ. അല്ല ഫസ്റ്റ് കേറുന്ന ഒരു 2-3 സെക്കൻഡ് പേടിയുള്ളൂ, പിന്നെ നല്ല രസമുണ്ട്. നമ്മളെന്തായാലും ഇറങ്ങട്ടെ ഇവിടുന്ന്. അതെ അതെ. ബാഗ് എടുക്കണേ. അടുത്ത് ഫ്ലാഷ് ആണോ കേട്ടോ? ഇത് കാണുന്നില്ലടി ഇതില്. ഒരു മിനിറ്റ്. അല്ലാതെ തന്നെ കാണുന്നില്ല. ഫ്ലാഷ് ആണോ കാണുന്നില്ല. നമ്മളിത് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ്ട് കേറുന്നത്. ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. 500 രൂപയാണെങ്കിൽ എന്താ, 5 മിനിറ്റ് ആണെങ്കിൽ എന്താ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പേടിയൊക്കെ ചൊല്ലിയിട്ടാണ് ഒരാൾ കേറിയത്. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഹാങ് ഓവർ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഞം കഴിക്കാണോ അതോ ബ്രിഡ്ജ് പോവാണോ? ബ്രിഡ്ജിക്ക് എങ്ങനെ പോവാവോ ചോദിച്ചോട്ടെ ഞാന്. ഓക്കെ, ഒരു ഓട്ടോ ഊബർ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര 300 മീറ്റർ നമ്മൾ നടക്കണം. നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി മാത്രം ഇത്രയും ഇങ്ങോട്ട് വന്നതാ. അയ്യോ 300 മീറ്റർ നമ്മൾ നടക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല. അതാ പ്രശ്നം. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ആയനെ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഞാൻ ഈ മഞ്ജുട്ടിയോട് അപ്പോഴും ചോദിച്ചതാ വെള്ളം കുപ്പി എടുക്കണം ഓള് വലിയ വെള്ളം ഏയ് വേണ്ട. ആ നോമ്പെടുത്ത് കഴിഞ്ഞാലേ ഞാൻ ഒരു തവണ എടുത്തതാ. ഇത് കൂടെയാണ് പറഞ്ഞേ. അപ്പൊ എന്തായാലും നമ്മള് ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബൈ. ഹൈദരാബാദ് നൈറ്റ് ലൈഫ്. ഇവിടെ റോഡ് സൈഡ് മൊത്തം കപ്പിൾസാ അല്ലേ? ഫുൾ കപ്പിൾസോട് കപ്പിൾസ്. അതടി എന്തൊക്കെയുണ്ട് അവിടെ. ഒന്നും വാങ്ങി നമ്മളല്ലേ. അവിടെ നമുക്ക് ലേറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനില്ല. അല്ലടി മറ്റേ ജഗതിയൊക്കെ ഓരോ സിനിമയില് അങ്ങനെയൊക്കെ കാണില്ല. Some days before this. Wrong understanding. I'm speaking in this. That's ഇവര് സംസാരിക്കുന്ന കേട്ടിട്ടേ മറ്റേ 3 Kings സിനിമയിൽ our Hindi speaking. Love comedy. That's Adjusting talking. Adjusting talking.
ശരിക്കും ഇവര് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, വേറെ കാര്യം. ഇവര് സംസാരിക്കുന്ന കേൾക്കുമ്പോ അതിലേറെ കോമഡി ആയിട്ടോ. ഇവരടുത്ത് പിടിച്ചു നിക്കണ്ടേ, ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണ്ടേ. അങ്ങനെയൊക്കെ ഭയങ്കര കോമഡി. യു ടേക്ക് One glass milk. Night time 12 o'clock. Turmeric. It's just You nahi socha nahi night full time driving. सोचा नहीं फुल टाइम ड्राइविंग नहीं, ऐसा कुछ भी नहीं है. South India, North India is separate. ഇത് എഴുതി വെച്ചോളൂന്ന് അറിയണതോ? भाई Yes. एक South महीने के 12 एक ഫ്യൂച്ചറിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ സെപ്പറേറ്റ് ആവുന്ന പറയണേ. This word is 100%. हाँ You, I am that car driver person is say 100%. इंग्लिश स्पीकिंग फ्लुएंटली कचरपड़ी थोड़ा सैलरी अच्छा. we want 2 year also working in Hyderabad. We want salary more. कितना सैलरी? We want 50 റുപ്പി year 50K. below 20. അല്ല, നിങ്ങൾക്ക് അതിന് എത്ര ആവശ്യം എന്ന് ചോദിച്ചേ? എത്രയുണ്ട് ശങ്കർപ്പള്ളി എത്രയെന്നാ ചോദിച്ചത്? അത് ചോദിച്ചേ. We want 25 more above. അറ്റ്ലീസ്റ്റ് 30K. ज्यादा 25. You see, Oakridge school and big schools that International schools. നമ്മളങ്ങനെ പിസ്ത ഹൗസിലെത്തി. ഇനി ഇവിടെ വന്നിട്ട് നമ്മള് മേ ബി ബിരിയാണി ആയിരിക്കും, നോക്കാം. പിസ്ത ഹൗസിൽ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ പിസ്ത ഹൗസിക്ക് വന്നപ്പോൾ അവിടെ ഒരു കപ്പിൾസിനെ കണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ അവര് ബ്രൈഡിനെ നോക്കി നിങ്ങള്. രാജസ്ഥാനില എന്തായാലും കൊള്ളാട്ടോ, അടിപൊളി വരുമല്ലേ ഫോൺ. ഇവരെനിക്ക് തോന്നുന്നതേ വെഡിങ് റീക്രിയേറ്റ് ചെയ്ത് വന്നത് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നില്ലേ കണ്ടിട്ട്? എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നിങ്ങളെന്താ ഓർഡർ ചെയ്തേ? വേറെ വേണ്ട? നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി പ്ലസ് ചിക്കൻ 65. ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. എഗെയിൻ പിസ്ത ഹൗസ് ബിരിയാണി. രണ്ടാമത്തെ തവണയുണ്ട് ഞാൻ കഴിക്കുന്നത്. പെണ്ണിനെ കണ്ടോ നിങ്ങൾ? എന്താ പഠിക്കാന്? അതിൻ്റെ കമ്മലൊക്കെ കാണണം. തിരിയണില്ലല്ലോ പെണ്ണ്. എന്താ പറഞ്ഞേ? Mummy, your mummy. You not wear it? Why? This is serial life. हाँ? शायद दूसरा हुआ. हाँ. उसमें शायद गया तो सवाल आ. YouTube. നമ്മളങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് പിസ്ത ഹൗസിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ. ഇനിയിപ്പോൾ ഓട്ടോ കിട്ടുമോ നോക്കണം. ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ ചാർജ് കൂടുതലാണ്. നൈറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ബാർഗെയിൻ ഒന്നും നടക്കൂല. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന ഓട്ടോയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാർജ് കുറയും. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൂമിലെത്തുമ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആവാനാകും. 11:45 എന്തായാലും കഴിയും. ഓ, ബിരിയാണി കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത്.
വയറൊന്ന് സെറ്റായി. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ബിരിയാണി മാത്രം കഴിച്ചു. ഒരു ഓട്ടോയും വരുന്നില്ല കേട്ടോ. അയാൾ വെറുതെ ഹോണടിക്കുക. ആ, അയാളവിടെ കിടന്നുറങ്ങല്ലേന്നു. അയാളാക്കിരോ, ലോറിയിലാക്കിരോ. ആ മൊയ്റ്റ് കുടിച്ചു. പിന്നെ ഇവർ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ കുറച്ച് സൂപ്പും കൂടെ അടിച്ചു മാറ്റി, വെജ് സൂപ്പ്. നമുക്കൊരു ഓട്ടോ കിട്ടി. ഇതെന്ത് DJ പാർട്ടിക്ക് നായ ഓടിയിട്ടില്ല. നമ്മള് കുറച്ച് നടന്ന് ഓട്ടോ എന്തായാലും കിട്ടി. ഇങ്ങനെ ലേറ്റ് ആട്ടോ. എന്തായാലും റൂമിലെത്തിയിട്ട് കാണാം. നമ്മളിത് ഇപ്പൊ റൂമിലെത്തി. സമയം എത്രയാ വെച്ചിട്ട്? 12 ആയോ? 12 മണിയായി ഗൈസ്. നമ്മളിപ്പോഴേ റൂമിലെത്തി. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കണം. ഞങ്ങൾ വരുന്ന വഴിക്കാണ്. നമ്മൾ ആ ബോട്ടിങ്ങിൽ കയറിയ സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്പീഡ് ബോട്ടിൽ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, 500 രൂപ എന്ന് പറയുന്നത് നമുക്ക് 3 പേരുള്ളൂ. അതിൽ 4 പേര് പറ്റും. പക്ഷെ നമ്മൾ 3 പേരേ ഉള്ളൂ. അവിടെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടല്ല. അത് സമയം അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്പീഡ് ബോട്ടല്ലാത്ത വേറെ ഒരു ബോട്ടും അവിടെ അപ്പം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും അത്ര ലോങ് വന്നതല്ലേ, നമ്മളിനി ബോട്ടിൽ പോലും കയറാതെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 500 രൂപ 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതങ്ങ് ഓക്കെ പറഞ്ഞു. നമ്മൾ കയറി അത് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നമ്മൾ സ്പീഡ് ബോട്ട് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഓരോന്നിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ അതൊരു 500 രൂപയ്ക്ക് ഒരു 10-15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വേർത്തായിരുന്നു കുറച്ചും കൂടെ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 500 രൂപയ്ക്ക് സംഭവം വേർത്താണ്. പക്ഷേ ടൈം കുറച്ചും കൂടെ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. നമ്മളെടുത്ത് അവർ ചോദിച്ചു ടൈം ഇനി കുറച്ചും കൂടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇനി എക്സ്ട്രാ പേയ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ 500 അപ്പോൾ 10 മിനിറ്റിന് 1000 രൂപ. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ട, ഇതന്നെ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ റിട്ടേൺ പോന്നു. വെറും 5 മിനിറ്റേ ഉള്ളൂ, 4 to 5 മിനിറ്റ്സേ ഉള്ളൂ 500 രൂപയ്ക്ക്. അതാലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ആലോചിക്കുമ്പോൾ. അപ്പം നമ്മൾ പിന്നെ ആ ഒരു വൈബിൽ അങ്ങനെ ഇങ്ങോട്ട് പോയി. അപ്പം നമ്മളതൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ 5 മിനിറ്റ് ആണെങ്കിലും നമുക്കത് ഭയങ്കര ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം. അതുകൊണ്ട് കുഴപ്പമില്ല എന്നങ്ങ് വിചാരിക്കുന്നു, സമാധാനിക്കുന്നു. അപ്പോൾ കൊതുക് ചുറ്റി അതിൽ അടച്ചോളാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ്സ് ഇടുക. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ് ബൈ.